ശ്രീഹരയേ നമ. നമസ്കാരം. അഗ്നിമഹാപുരാണം വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് വർണ്ണിച്ചു വരുമ്പോൾ അടുത്തതായി കൃഷ്ണാഷ്ടമി എന്ന വ്രതത്തെക്കുറിച്ച് പറയുകയാണ്. അഷ്ടമി തിഥി ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് ശിവ ആരാധനയിലാണ്. മാർഗശീർഷ കൃഷ്ണാഷ്ടമിയിൽ, കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി, അതുകൊണ്ട് അങ്ങനെ പറയുന്നു. കൃഷ്ണാഷ്ടമിയിൽ രാത്രിയിൽ ശിവപൂജ ചെയ്യുകയും അഷ്ടമി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുക. പൗഷമാസത്തിലെ കൃഷ്ണാഷ്ടമിയിൽ ശിവപൂജ ചെയ്യുക. മാഘമാസത്തിലും അതുപോലെ ഫാൽഗുന കൃഷ്ണാഷ്ടമിയിലും ശിവപൂജ ചെയ്യുക. ഇങ്ങനെ ഒരു വർഷക്കാലം, ഒരു സംവത്സരം കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിയിൽ ശിവപൂജ ചെയ്യുകയും വില്വപത്രം, എരിക്കിൻ പൂവ് ഇവ കൊണ്ടൊക്കെ അർച്ചന ചെയ്യുക. ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും ശിവപൂജയോട് കൂടിയിട്ട് ആ അഷ്ടമി തിഥി ആചരിക്കുകയുമാണ് എങ്കിൽ അതിനെയാണ് ഇവിടെ കൃഷ്ണാഷ്ടമി എന്ന് ഒരു വ്രതരീത്യ പറഞ്ഞത്. പിന്നെ നവമി തിഥിയിലുള്ള വ്രതാനുഷ്ഠാനമാണ്. നവമി ദേവി ആരാധനയിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരിക. നവമി തിഥിയിൽ, അതും ആശ്വിന മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി, ഗൗരീ പൂജയാണ് ചെയ്യേണ്ടത്. ആശ്വിന മാസത്തിലെ ശുക്ലപക്ഷത്തിൽ അഷ്ടമിയും അന്നത്തെ ദിവസം നവമി തിഥിയുടെ ചേർന്ന് ആണ് വരണത് എങ്കിൽ, അതായത് ഒരു ഉദയം മുതൽ അടുത്ത ഉദയം വരെ ഉള്ള ആ ഒരു ദിനത്തിൽ രണ്ട് തിഥികൾ കടന്നു വരുന്ന ഒരു രീതി. അപ്പോൾ ആശ്വിനമാസത്തിലെ ശുക്ലപക്ഷത്തിൽ അഷ്ടമി തിഥിയും അതിൻ്റെ അവസാനത്തിൽ നവമിയും ചേർന്ന് വരുന്നാൽ അഖാർദന നവമി എന്നാണ് പറയുക. നവമി നവരാത്രി ദിവസങ്ങൾ, നവമി വ്രതങ്ങളിൽ ദുർഗാദേവിയെ പൂജിക്കുക, നവദുർഗാ സങ്കല്പത്തോടുകൂടി പൂജിക്കുന്ന രീതിയുണ്ട്. രുദ്ര, ചണ്ഡ, പ്രചണ്ഡ, ചണ്ഡോഗ്ര, ചണ്ഡനായിക, ചണ്ഡവതി, ചണ്ഡരൂപ, അതിചണ്ഡിക, ഇങ്ങനെ 8 ദേവതകൾ. മധ്യത്തിൽ ഉഗ്രചണ്ഡ, അല്ലെങ്കിൽ മഹിഷാസുരമർദ്ദിനി, അങ്ങനെ 9 ദുർഗാ സങ്കല്പങ്ങൾ, നവദുർഗാ ഭാവത്തിൽ ആരാധന ചെയ്യുക. ജയന്തി, മംഗളാകാളി, ഭദ്രകാളി, കപാലിനി, ദുർഗാശിവ, ക്ഷമാധാത്രി, സ്വാഹ സ്വധാ നമോസ്തുതേ എന്നിങ്ങനെ ആ ദേവിയുടെ നാമങ്ങളെ കൊണ്ട് ആരാധിക്കുക. ഇതിൽ തന്നെ ബലിദാന വിധികളും ബലി സമ്പ്രദായങ്ങളെല്ലാം പറഞ്ഞു കാണാം. അപ്പം അത് ആ സമ്പ്രദായം അനുസരിച്ച് പൂജ ചെയ്യുന്നവർക്ക് മാത്രമേ അത് ബാധകമാവുന്നുള്ളൂ. ഇപ്പം മൃഗബലി അല്ലെങ്കിൽ അതിൻ്റെ പ്രതീകമായിട്ടുള്ള എന്തെങ്കിലും ദ്രവ്യം സമർപ്പിക്കുക. മദ്യവും മാംസവും, മദ്യത്തിനെ നമ്മൾ പ്രതീകമായി സമർപ്പിക്കുമ്പോഴാണ് ഇളനീര് ചുവട് ഭാഗം വെട്ടി അതിൽ ദ്വാരമുണ്ടാക്കി അതിലെ ആ ഇളനീരിൻ്റെ ആ വെള്ളത്തിലേക്ക് തേനും കൂടി ചേർത്തിട്ട് നിവേദിക്കുന്നു. അപ്പം അതിന് മദ്യ സ്വഭാവമാണ് എന്നും
ആ മദ്യം നിവേദിക്കേണ്ട സ്ഥാനത്ത് ഇത് സമർപ്പിക്കാം എന്നും ഒരു സമ്പ്രദായം ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ട് കാണാം. മാംസത്തിൻ്റെ സ്ഥാനത്ത് മുൻകാലങ്ങളിൽ പ്രത്യക്ഷ മാംസം നിവേദിച്ചിരുന്ന ആ സ്ഥാനത്ത് ഇപ്പോൾ അരി കൊണ്ട് ഇലയിൽ അട പരത്തി അത് ചുട്ടെടുക്കുക, ഉപ്പ് ചേർത്ത് അട അത് അഗ്നിയിൽ കനലിൽ ചുട്ടെടുത്ത ശേഷം അത് പല ഖണ്ഡങ്ങളാക്കി മുറിച്ച് അതിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഭക്ഷണത്തിന് പകരമായിട്ട് നിവേദിക്കുന്ന ഒരു സമ്പ്രദായം കാണാം. ഇത്തരത്തിൽ ഉള്ള ആരാധന ഒക്കെ ഈ നവമി തിഥിയിൽ വിശേഷമായിട്ട് ചെയ്യുന്നു. എല്ലാ അഭീഷ്ടങ്ങളെയും ലഭിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞു. അടുത്തത് ദശമി തിഥിയാണ്. ആ ദശമി തിഥിയിൽ ദശമി വ്രതത്തിലും ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടും ഗോദാനമൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള വ്രതാനുഷ്ഠാനത്തിനെ കുറിച്ചും സൂചിപ്പിച്ചു. മറ്റൊന്ന് ഏകാദശി വളരെ പ്രസിദ്ധമാണ് വിഷ്ണു ആരാധനയിൽ. ദ്വാദശിയും ഏകാദശിയും ചേർന്നു വരുന്ന ദിനം, അതായത് ഒരു ഉദയം മുതൽ അടുത്ത സൂര്യോദയം വരെയുള്ള ആ ഒരു ദിവസത്തിൽ ഏകാദശി എന്നുള്ള തിഥിയും ദ്വാദശിയും രണ്ടും ചേർന്നിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ അന്ന് പ്രാധാന്യം കൂടുതലാണ്, ഹരിവാസരമാകുന്നു. പുണ്യപ്രദങ്ങളായിട്ടുള്ള 100 കണക്കിന് യജ്ഞങ്ങൾ ചെയ്ത ഫലമാണ് അന്നത്തെ വ്രതാനുഷ്ഠാനത്തിന് ഉണ്ടാവുക. ത്രയോദശി തിഥിയിലാണ് വ്രതപാരണ, അതായത് വ്രതം അവസാനിപ്പിക്കേണ്ടത്, ആ പാരണ വിടേണ്ടത്. ഏകാദശിയിൽ ഒരു കലയും ബാക്കിയെല്ലാം ദ്വാദശിയുമായിട്ടുള്ള ദിവസം നടത്തുന്ന യജ്ഞങ്ങൾ പുണ്യമായിട്ടുള്ളതാണ്. എന്നാൽ ദശമിയും ഏകാദശിയും ചേർന്നു വരുന്ന ദിവസം വ്രതം അനുഷ്ഠിക്കരുത്. പ്രകാരമായി കഴിഞ്ഞാൽ അത് വിപരീത ഫലമാണ്, നരകഫലത്തെ പ്രദാനം ചെയ്യും. ഏകാദശിയിൽ നിരാഹാരനായിരുന്ന് ദ്വാദശിയിൽ ഭക്ഷണം കഴിക്കുക, വെളുത്ത പക്ഷത്തിലെ ഏകാദശിയിൽ പൂയം നക്ഷത്രം കൂടി ചേർന്നു വരുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ ഏകാദശിക്ക് ഉപവാസം, പൂർണ്ണമായിട്ട് നിരാഹാരം ആണ് ഉത്തമം. അത് അക്ഷയമായിട്ടുള്ള ഫലത്തെ തരും. ആ ഏകാദശിക്ക് പാപനാശിനി എന്നാണ് പറയുക. ഏകാദശിയും ദ്വാദശിയും ചേർന്ന് വരികയും അന്ന് തിരുവോണം നക്ഷത്രമായിരിക്കുകയും ആണെങ്കിൽ ആ തിഥി വിജയ എന്നാണ് പറയുന്നത്. ആ ദിവസം വിജയപ്രദമാണ്. ആ തിഥി തന്നെ ഫാൽഗുന മാസത്തിൽ പൂയം നക്ഷത്രത്തിലാണ് വരുന്നത് എങ്കിൽ അതിന് വിജയം എന്ന് പറയും. ഏകാദശി ദിവസം വിഷ്ണുപൂജ ചെയ്യുകയും വ്രതമനുഷ്ഠിക്കുകയും ആണ് എങ്കിൽ പൂർണ്ണമായിട്ടും ആ ഏകാദശി വ്രതത്തിൻ്റെ ഫലത്തെ അത് പ്രദാനം ചെയ്യും. അടുത്തത് ദ്വാദശി വ്രതമാണ്. അവിടെയും വിഷ്ണു ഉപാസനയ്ക്കാണ് പ്രാധാന്യം. ചൈത്ര മാസത്തിലെ വെളുത്തപക്ഷത്തിലെ ദ്വാദശി മദന സ്വരൂപത്തിൽ പ്രദ്യുമ്നരൂപനായിട്ടുള്ള ശ്രീഹരിയെ ഭജിക്കുക. അന്നത്തെ ദ്വാദശിക്ക്, ചൈത്രമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ദ്വാദശിക്ക് മദന ദ്വാദശി എന്നൊരു പേരുണ്ട്. മാഘമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി ഭീമ ദ്വാദശി എന്നാണ് അറിയപ്പെടുക. ആ ഭീമദ്വാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എല്ലാ അഭീഷ്ടങ്ങളും സിദ്ധിക്കും എന്നൊക്കെ ഫലശ്രുതി പറഞ്ഞു. ഫാൽഗുന മാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി ഗോവിന്ദ ദ്വാദശി എന്നാണ് അറിയപ്പെടുക. ആശ്വിന മാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി വിശോക ദ്വാദശി എന്നാണ് അറിയപ്പെടുക.
മാർഗശീർഷത്തിലെ വെളുത്ത പക്ഷത്തിലെ ദ്വാദശി വിഷ്ണു ഉപാസന അഥവാ ശ്രീകൃഷ്ണ ആരാധന ചെയ്ത് ലവണം ഉൾപ്പെടെയുള്ള എല്ലാ രസങ്ങളും ദാനം ചെയ്ത് ആ വ്രതമനുഷ്ഠിക്കാം. ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി ഗോവത്സ ദ്വാദശി എന്നാണ് അറിയപ്പെടുക. വ്രതമനുഷ്ഠിക്കുകയും അതോടൊപ്പം പശുക്കിടാവിനെ പൂജിക്കുക, അത് വളരെ വിശേഷമാണ്. മാഘദ്വാദശി കഴിഞ്ഞ് ശ്രവണ നക്ഷത്രത്തോടു കൂടി ചേർന്ന് വരുന്ന കൃഷ്ണപക്ഷ ദ്വാദശി, അതിന് തിലദ്വാദശി എന്നൊരു പേരുണ്ട്. തിലഹോമം, തിലം ചേർത്ത് എള്ള് ചേർത്തതായിട്ടുള്ള നൈവേദ്യം, എള്ളെണ്ണ കൊണ്ടുള്ള വിളക്ക്, ഇതൊക്കെ തയ്യാറാക്കി വെച്ച് എള്ള് ദാനം ചെയ്യുക. എള്ള് ചേർത്തതായിട്ടുള്ള നിവേദ്യം വിഷ്ണു പൂജയിൽ സമർപ്പിച്ച് എള്ളും ഹവിസും ചേർത്തിട്ടോ എള്ള് മാത്രമായിട്ടുള്ള ഹോമം തിലം ഹോമിക്കുക. അതൊക്കെ അതിന് ഭാഗമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. തിലദ്വാദശി ആരാണോ ഈ വ്രതം അനുഷ്ഠിക്കുന്നത്, അങ്ങനെ അനുഷ്ഠിക്കുന്ന ഒരുവന്റെ പരമ്പരകൾ പോലും സദ്ഗതിയെ പ്രാപിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ ഫലശ്രുതി പറഞ്ഞത്. ശ്രവണ ദ്വാദശി ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തിരുവോണം നക്ഷത്രത്തോടു കൂടി ചേർന്ന് വരുന്ന ദ്വാദശിയാണ് ശ്രവണ ദ്വാദശി. ദ്വാദശി തിഥിയിൽ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് നിരാഹാര വ്രതമനുഷ്ഠിച്ച് വാമന മൂർത്തിയെ പൂജിക്കുക. വിഷ്ണു അവതാരങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള വാമനാവതാരത്തെ പൂജിക്കുക. അവിടെ ആ പൂജയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട പ്രാർത്ഥനയൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. നമോസ്തേ ഗോവിന്ദ ബുധശ്രവണ സംജ്ഞിത അഘൗഘ സംക്ഷയം കൃത്വ സർവ സൗഖ്യപ്രദോ ഭവ പ്രിയതാം ദേവദേവേശ മമ നിത്യം ജനാർദ്ദന വാമനോ ബുദ്ധിതോ ദാത ദ്രവ്യസ്ഥോ വാമനസ്വയം വാമന പ്രതിഗൃഹ്ണാതി വാമനോ മേ ദദാതി ച ദ്രവ്യസ്ഥോ വാമനോ നിത്യം വാമനായ നമോ നമ. അടുത്തത് അഖണ്ഡ ദ്വാദശി എന്നാണ് പറഞ്ഞത്. മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി. ഇതിന് അനവധി വ്രതങ്ങളെ, തിഥിക്കനുസരിച്ചിട്ടുള്ള വ്രതങ്ങളെയാണ്. ഇപ്പൊ ത്രയോദശി, ഈ ത്രയോദശി ശിവാരാധനയ്ക്ക് പ്രാധാന്യം. പ്രദോഷം പോലെയുള്ള പ്രദോഷവ്രതങ്ങളൊക്കെ വരുന്നത് ത്രയോദശി ആ തിഥി സന്ധ്യാസമയത്ത് വരുമ്പോഴാണ് അത് പ്രദോഷം ആയിട്ട് ആചരിക്കുക. അപ്പോൾ അവിടെ ശിവപൂജയാണ്, ശിവഭജനമാണ് ചെയ്യേണ്ടത്. തുടർന്ന് നക്ഷത്ര വ്രതങ്ങൾ, നക്ഷത്രവുമായി ചേർന്ന് വരുന്ന അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് വരുന്ന വ്രതങ്ങളെയും ഒക്കെയാണ് ഇനി അല്പം ഒന്ന് വർണ്ണിക്കുന്നത്. ദിവസവ്രതങ്ങൾ, വാരവ്രതങ്ങൾ ഇവയെക്കുറിച്ചിട്ടൊക്കെയാണ്. അപ്പം അതിനു മുൻപായി ശിവരാത്രി വ്രതം, പ്രസിദ്ധമായിട്ടുള്ള ശിവരാത്രി വ്രതത്തെ ഒന്ന് സൂചിപ്പിച്ചു. മാഘ ഫാൽഗുന മാസങ്ങൾക്ക് മധ്യത്തിൽ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥി ആണ്. അന്ന് രാത്രിയിൽ ഉപവസിക്കുക, വ്രതം അനുഷ്ഠിക്കുക. ചതുർദശി തിഥിയിൽ ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന സങ്കല്പത്തോടു കൂടിയിട്ട് രാത്രി ഉറങ്ങാതിരുന്ന് ശിവഭജനം ചെയ്യും എന്ന് നിശ്ചയിച്ചുകൊണ്ട് വേണം വ്രതമനുഷ്ഠിക്കാൻ. ശിവപൂജ ചെയ്യുകയും സ്തോത്രങ്ങളെ കൊണ്ടൊക്കെ ശിവ ആരാധന ചെയ്യുകയും വേണം.
ആരാണോ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് അവർ ശിവലോകത്തെ പ്രാപിക്കുന്നു. നക്ഷത്ര വ്രതങ്ങളെ കുറിച്ചിട്ടാണ് അടുത്തതായി പറഞ്ഞത്. നക്ഷത്രവ്രതം ആദ്യം ചൈത്രമാസത്തിൽ നക്ഷത്രപുരുഷനായ വിഷ്ണുവിനെ പൂജിച്ചുകൊണ്ട് ആരംഭിക്കും. മൂലം നക്ഷത്രത്തിൽ വിഷ്ണുവിൻ്റെ പാദങ്ങളെ പൂജിക്കുന്നു. രോഹിണി നക്ഷത്രത്തിൽ വിഷ്ണുവിൻ്റെ ജംഘകളെ പൂജിക്കും. അശ്വതിയിൽ ജാനുക്കളെയും. ആഷാഢ നക്ഷത്രങ്ങൾ പൂരാടം ഉത്രാടം ഇവ രണ്ടുമാണ് ആഷാഢ നക്ഷത്രങ്ങൾ. അവിടെ ഭഗവാന്റെ ഉരുക്കളെയും. പൂർവോത്തര നക്ഷത്രങ്ങൾ എന്നറിയപ്പെടുന്നത് പൂരം ഉത്രം ഇവയാണ്. ആ നക്ഷത്രങ്ങളിൽ ഭഗവാന്റെ നാഭിപ്രദേശം, കാർത്തികയിൽ കടിപ്രദേശം. ഭാദ്രപദ നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി ഉത്രട്ടാതി ഇവയാണ്. ഈ നക്ഷത്രങ്ങളിൽ ആ മഹാവിഷ്ണുവിൻ്റെ പാർശ്വഭാഗങ്ങളെയും, രേവതിയിൽ കുക്ഷിപ്രദേശം, അനിഴം നക്ഷത്രത്തിൽ സ്ഥാനങ്ങളെയും, അവിട്ടം നക്ഷത്രത്തിൽ പൃഷ്ഠഭാഗത്തെയും, വിശാഖത്തിൽ ഇരുഭുജങ്ങളെയുമാണ് പൂജിക്കേണ്ടത്. പുണർദം നക്ഷത്രത്തിൽ അങ്കുലികളെയും ആയില്യത്തിൽ നഖങ്ങളെയും പൂജിക്കണം. തൃക്കേട്ടയിൽ കണ്ഠത്തെ പൂജിക്കണം. ശ്രോത്രങ്ങളെ തിരുവോണം നക്ഷത്രത്തിൽ പൂജിക്കണം. മുഖത്തെ പൂയം നക്ഷത്രത്തിലും പൂജിക്കണം. മാസങ്ങളെയും അവയുടെ ആ നക്ഷത്രങ്ങളെയും പറയുകയാണ്. ചൈത്രം എന്ന മാസം, ചിത്ര എന്ന നക്ഷത്രം, അതിനെ നമുക്ക് മലയാളത്തിൽ ചിത്തിര എന്ന് പറയും. വൈശാഖം, വിശാഖ എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള നാമം. മലയാളത്തിൽ വിശാഖം എന്ന് പറയും. ജ്യേഷ്ഠമാസം, ജ്യേഷ്ഠ എന്നാണ് നക്ഷത്രം. തൃക്കേട്ട എന്നാണ് നമ്മൾ പറയുക. ആഷാഢമാസം, പൂർവാഷാഢം, ഉത്തരാഷാഢം എന്നാണ് നക്ഷത്രങ്ങൾക്ക് പേര്. പൂരാടം ഉത്രാടം എന്ന് നമ്മൾ പറയും. ശ്രാവണം, ശ്രവണ നക്ഷത്രം, തിരുവോണം. ഭാദ്രപദം മാസം, പൂർവഭാദ്രപദ, ഉത്തര ഭാദ്രപദ, അതായത് പൂരുരുട്ടാതി ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ. ആശ്വിനം, ആശ്വിനി നക്ഷത്രം അഥവാ അശ്വതി. കാർത്തിക മാസം, കൃത്തിക നക്ഷത്രം അഥവാ കാർത്തിക നക്ഷത്രം. മാർഗശീർഷമാസം, മൃഗശിര അഥവാ മകയിരം നക്ഷത്രം. പൗഷം, പുഷ്യ നക്ഷത്രം, പൂയം എന്ന് നമ്മൾ പറയും. മാഘം, മാഘമാസത്തിൽ മഖ നക്ഷത്രം, മകം എന്ന് നമ്മൾ പറയും. ഫാൽഗുനം, ഉത്തര ഫാൽഗുനി, ഉത്രം നക്ഷത്രം. ഇത്തരത്തിൽ ഈ നക്ഷത്രങ്ങളുടെ സാമാന്യമായൊരു വിവരണം ഇവിടെ ചെയ്തു. പിന്നെ ദിനവ്രതങ്ങളെ കുറിച്ച് പറഞ്ഞു. ഓരോ പക്ഷത്തിലും ചെയ്യേണ്ടതായ വ്രതങ്ങൾ മാസം തോറും ഓരോ നക്ഷത്രങ്ങളിൽ പ്രത്യേകമായി ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അങ്ങനെയുള്ള ഓരോ നക്ഷത്രങ്ങളെ അതിൻ്റെ വ്രതങ്ങളെയും ഒക്കെ സാമാന്യമായി പറഞ്ഞുകൊണ്ട് മാസവ്രതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം ആഷാഢം തുടങ്ങിയിട്ട് ആഷാഢം, ശ്രാവണം, ഭാദ്രപദം, ആശ്വിനം ഈ 3 മാസങ്ങൾ അഭ്യംഗം ചെയ്യരുതെന്നാണ്. എണ്ണ തേച്ചിട്ടുള്ള കുളി, ശരീരത്തിൽ അഭ്യംഗം ചെയ്ത് ശരീരമാസകലം എണ്ണ തേച്ചിട്ടുള്ള കുളി വർജ്യമാണ് എന്ന് പറയും. ഈ ആഷാഢം, ശ്രാവണം, ഭാദ്രപദം, ആശ്വിനം. വൈശാഖമാസത്തിൽ ദാനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഗോദാനം, മറ്റ് പലതും ദാനം ചെയ്യാം. മാഘമാസത്തിലോ ചൈത്രമാസത്തിലോ വ്രതമനുഷ്ഠിച്ചുകൊണ്ട്
ഗുഡം ദാനം ചെയ്യാറുണ്ട്. ഗുഡം, ശർക്കര. മാർഗശീർഷം തുടങ്ങിയിട്ടുള്ള 4 മാസങ്ങൾ, മാർഗശീർഷം, പൗഷം, മാഘം, ഫാൽഗുനം. നക്തവ്രതം, രാത്രിയിൽ ഒരു നേരം മാത്രം ഭക്ഷിക്കുന്ന ഒരു രീതി, അതാണ് നക്തവ്രതം. അങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വിഷ്ണു ലോകത്തെ പ്രാപിക്കും. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ദ്വാദശി വ്രതം അനുഷ്ഠിക്കുക, അങ്ങനെയുള്ളവർക്കും വിഷ്ണു ലോകത്തെ പ്രാപിക്കാം. ആഷാഢമാസത്തിൽ കർക്കിടക സംക്രാന്തിയിൽ വിഷ്ണു പൂജ ചെയ്യുക. അങ്ങനെയുള്ള വ്രതത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു. പിന്നീട് ഓരോ മാസത്തിലും പ്രത്യേകമായിട്ടുള്ള പൂജയും അതുപോലെ അഭിഷേകം, സമർപ്പണം, ഇങ്ങനെയെല്ലാം വ്യത്യസ്തങ്ങളായ വ്രതങ്ങളെ ഇവിടെ ചുരുക്കിയിട്ടാണെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ വ്രതങ്ങളും നമ്മൾ അനുഷ്ഠിച്ചു കൊള്ളണമെന്നല്ല, വ്രതാനുഷ്ഠാനത്തിന് പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായി പറയുന്നത്, നമ്മൾ പൂജയിൽ ഉപയോഗിക്കുന്ന പൂക്കൾ, പുഷ്പങ്ങൾ. ഇപ്പം സാധാരണ പൂജയിൽ, പഞ്ചോപചാര പൂജയിൽ പോലും നമുക്ക് കാണാം ഗന്ധം, ധൂപം, ദീപം, നൈവേദ്യം, ജലം. അതിൽ ഈ ഗന്ധം അല്ലെങ്കിൽ പുഷ്പങ്ങളെ അർച്ചിക്കുക എന്നുള്ളത് പൂജയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. പുഷ്പാഞ്ജലി അല്ലെങ്കിൽ പൂക്കൾ തന്നെ ഉപചാരങ്ങളുടെ ഭാഗമായിട്ട് ഈ പൂക്കളെ കൊണ്ട് നമ്മൾ അർച്ചന ചെയ്യാറുണ്ട്. ഇവിടെ പറയുന്ന പല പൂക്കളും ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളതല്ല. സാമാന്യേന നമുക്ക് ഇന്ന് പൂജയിൽ ധാരാളമായി ഉപയോഗിച്ച് കാണുന്നത് ചെത്തി, തുളസി, താമര ഇവയാണ്. മുല്ല ഉപയോഗിച്ച് കാണാറുണ്ട്. തമാല പുഷ്പം അത് മോക്ഷദായകമാണ്. മല്ലിക പാപങ്ങളെ നശിപ്പിക്കുന്നതാണ്. യൂഥികാ പുഷ്പം വിഷ്ണുലോകത്തെ പ്രദാനം ചെയ്യുന്നതാണ്. കർണികാര പുഷ്പം അതും. ഇപ്പം ചില പൂക്കളൊന്നും കേരളത്തിലെ സമ്പ്രദായത്തിൽ പൂജയ്ക്ക് എടുത്തും കാണുന്നില്ല. അലങ്കാരമായിട്ട് ഉപയോഗിക്കുമെങ്കിലും പൂജയുടെ ഉപചാരങ്ങളിൽ പുഷ്പാഞ്ജലി തുടങ്ങിയിട്ടുള്ളവയ്ക്ക് എടുത്തു കാണുന്നില്ല. കർണികാരം, ജപാപുഷ്പം, കുബ്ജകം, കരകണ്ഠപുഷ്പം, കേതകി. ശിവപൂജയിൽ കേതകി എടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള സമ്പ്രദായം പുരാണ മതമായിട്ട് പറഞ്ഞു കാണാം. ഭൃഗുപുഷ്പം, തമാലം, കിംശുകം, തിമിരപുഷ്പം, ഗോകർണപുഷ്പം, നാഗകർണപുഷ്പം, ബില്വപുഷ്പം, ബില്വപത്രം. ഇതൊക്കെ തന്നെ എല്ലാ ഭൗതികമായ ഭോഗസുഖങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണ്, മുക്തിയെ നൽകുന്നതാണ്. ഈ പുഷ്പങ്ങളെ കൊണ്ട് ചെയ്യുന്ന അർപ്പണം, അർച്ചന, ഭഗവത്ഗീതയിലും ശ്രീമദ് ഭാഗവതത്തിലുമൊക്കെ പ്രസിദ്ധമായ ശ്ലോകമാണ്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് ഒരു പിടി പൂവാണെങ്കിലും അത് ഈശ്വരനെ സന്തോഷിപ്പിക്കുന്നതാണ്. ലക്ഷം സ്വർണത്തേക്കാൾ ഇരട്ടി ഫലം പുഷ്പങ്ങൾക്കുണ്ട് എന്നാണ്. അത് മാലയാക്കിയിട്ട്, ഹാരമായിട്ട്, പൂക്കളെ കൊണ്ട് മാല കോർത്ത് ആണ് സമർപ്പിക്കുന്നതെങ്കിൽ അതിലും അധികം ഫലമാണ്. ലക്ഷമല്ല, കോടി ഇരട്ടി ഫലമാണ്. വാടിയ പൂക്കൾ അർച്ചനയ്ക്ക് പാടില്ല, പൂജയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല.
ചിലതിനൊക്കെ പുരാണ മതമനുസരിച്ച് ചില ദേവതകൾക്ക് ചില പുഷ്പങ്ങൾ നിഷിദ്ധമായിട്ട് പറയും. ബ്രഹ്മ, പത്മം, നീലോൽപ്പലം ഇവ വിഷ്ണു ആരാധനയിൽ പ്രാധാന്യം. അർക്കം, മന്ദാരം, ഉമ്മം ഇവ ശിവന് മാത്രമേ പ്രാധാന്യമുള്ളൂ, മറ്റു ദേവന്മാർക്ക് പാടില്ല. കുടജം, കേതകി ഈ പുഷ്പങ്ങൾ ശിവാരാധനയ്ക്ക് പാടില്ല. ഇങ്ങനെയൊക്കെ ചില വിധിനിഷേധങ്ങളെയും കാണാം. ഇനി പറയാണ്, ഇവയെല്ലാം ബാഹ്യപുഷ്പങ്ങളാണ് എന്നും, എന്നാൽ ആന്തരിക പുഷ്പങ്ങൾ അഥവാ മാനസ പുഷ്പങ്ങൾ അതിനാണ് പ്രാധാന്യമെന്നും ഇവിടെ ഒരു ശ്ലോകം, ഇത് പ്രസിദ്ധമാണ്, അഗ്നിപുരാണത്തിലെ ശ്ലോകം. അഹിംസ പ്രഥമം പുഷ്പം, പുഷ്പം ഇന്ദ്രിയ നിഗ്രഹ, സർവപുഷ്പം ദയാഭൂതേ, പുഷ്പം ശാന്തരുവിശിഷ്യതേ, ശമപുഷ്പം തവപുഷ്പം, ധ്യാന പുഷ്പം ച സപ്തമം, സത്യം ജീവ അഷ്ടമം പുഷ്പം, ഏതൈ സ്തുഷ്യതി കേശവ. അപ്പോൾ അവിടെ അഹിംസ ഒന്നാമത്തേതും ശ്രേഷ്ഠമായതും, അതേപോലെ തന്നെ ഇന്ദ്രിയ സംയമനം, ദയ ഭൂതദയ, ശാന്തി, ശമം തപസ്, ധ്യാനം, സത്യം, ഈ 8 ഭാവാത്മക പുഷ്പങ്ങളെ കൊണ്ട് അർച്ചിച്ചാൽ തീർച്ചയായിട്ടും ശ്രീഹരി സന്തോഷിക്കും. മറ്റ് പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചനകൾ ബാഹ്യമാണ്, എന്നാൽ ഇവ ആന്തരിക പുഷ്പങ്ങളാണ്, പരമശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ആ പുഷ്പങ്ങളുടെ പ്രാധാന്യത്തെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. നമസ്കാരം. ശ്രീഹരേ നമഃ.